Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരു 10-12 ദിവസങ്ങളായി അച്ഛൻ ആലുവയിൽ നടന്ന പ്രൊവിൻഷ്യൽ ചാപ്റ്ററിൽ പങ്കെടുക്കുകയായിരുന്നു. എല്ലാം മനോഹരമായി തീർക്കുന്നതിന് വേണ്ടി ഈശോകൃപ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നന്ദി പറയുന്നു. ഇന്ന് വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളന്റെ സെന്റ് ജോർജിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ജോർജ് നാമധാരികളായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താവോ? ആരുമില്ല. എന്നാലും നമുക്ക് പരിചയമുള്ള ജോർജ് നാമധാരികളെ പ്രത്യേകം ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തെ ചോദ്യം, ഈശോയെ അറിഞ്ഞതിന് ശേഷം നീ എന്ത് ചെയ്യും? എന്താണ് ചോദ്യം? ഈശോയെ അറിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഉദ്ധിതനായ ഈശോയെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം നീ എന്ത് ചെയ്യും? ചോദ്യത്തിന്റെ പശ്ചാത്തലം ഇതാണ്. ഇന്നത്തെ ഒന്നാം വായനയിൽ ഫിലിപ്പോസ് എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരനായ ഷണ്ഡനോട് ഈശോ മരിച്ചതിനെ കുറിച്ചും ഈശോ പീഡകൾ അനുഭവിച്ചതിനെ കുറിച്ചും ഈശോ അടക്കം ചെയ്യപ്പെട്ടതിനെ കുറിച്ചും ഉയർത്തെഴുന്നേറ്റതിനെ കുറിച്ചും ഒക്കെ സാക്ഷ്യം നൽകുകയാണ്. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഈ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ഡൻ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു. അതോടുകൂടി ആ ഭാഗം അവസാനിക്കുകയാണ്. പിന്നെ ചരിത്രമാണ്. എന്താണ് ഈ ജ്ഞാനസ്നാനം സ്വീകരിച്ചതിന് ശേഷം ഇയാൾ എന്ത് ചെയ്തു എന്നത് മറ്റൊരു ചരിത്രമാണ്. ഇയാൾ എത്യോപ്യയിലേക്ക് തിരികെ പോവുകയും അവിടെ ചെന്ന് ഈശോയെ കുറിച്ച് പ്രഘോഷിക്കുകയും ഏറ്റവും ആദ്യം ഒരു ക്രിസ്ത്യൻ രാജ്യമായി തീർന്ന രാജ്യങ്ങളിൽ ഒന്നാണ് എത്യോപ്യ. അതിന് ഇടവന്നത് എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ഡനായിരുന്ന ആൾ അവിടെ ചെന്ന് സുവിശേഷം പ്രഘോഷിച്ചതാണ്. കൈയടിച്ച് നമുക്ക് നന്ദി പറയാം. അതാണ്, ആ പശ്ചാത്തലത്തിലാണ് അച്ഛൻ ചോദിച്ചത്, നീ ഈശോയെ കുറിച്ച് അറിയുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈശോ ഉയർത്തെഴുന്നേറ്റു, ഈശോ ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ, നമ്മൾ നോയമ്പൊക്കെ വീടി, ആഘോഷമായിട്ട് നോയമ്പൊക്കെ വീടി. അതോടുകൂടി നമ്മുടെ വിശ്വാസം അവിടെ നിൽക്കുകയാണ്. നോയമ്പ് വീടിയതിൽ തീർന്നു നിൽക്കുകയാണ്. നമ്മൾ ആരോടും ഈശോയെ കുറിച്ച് പറയുന്നില്ല. പുതിയതായി ഒരാളെ പോലും ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് ത്യാഗമെടുക്കുന്നില്ല. ഇന്ന് വിശുദ്ധ ജോർജിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരു ത്യാഗത്തിന്റെ ഓർമ്മ കൂടെയാണ് അത്. അതായത് ഈശോയ്ക്ക് വേണ്ടി ത്യാഗമെടുക്കാൻ, യുദ്ധം ചെയ്യാൻ തയ്യാറായ ഒരു മനുഷ്യൻ. നമുക്കറിയാം, യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരു തമാശ കളിയല്ല. യുദ്ധം ചെയ്യുന്നത് ഒരു സാഹസികതയാണ്. അതായത് ജീവൻ പണയം വെച്ചിട്ടാണ് ഒരാൾ യുദ്ധത്തിന് പോകുന്നത്. ആർക്കു വേണ്ടിയാണ് അവൻ ആ റിസ്ക് ഏറ്റെടുക്കുന്നത്? എനിക്ക് എന്തും സംഭവിച്ചു കൊള്ളട്ടെ എന്ന ഒരു മനോഭാവത്തോടു കൂടെയാണ് ഒരാൾ യുദ്ധത്തിന് പോകുന്നത്. ഈ ദൈവരാജ്യം സംരക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കപ്പെടണം എന്ന ഒറ്റ ചിന്തയാണ്. ഞാൻ കൊല്ലപ്പെട്ട് കൊള്ളട്ടെ, കുഴപ്പമില്ല. പ്രിയപ്പെട്ടവരെ, സെന്റ് ജോർജിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ചില ആളുകൾ വിചാരിക്കുന്നത് സെന്റ് ജോർജിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത് കോഴിലേലം നടത്താൻ വേണ്ടിയിട്ട്. സെന്റ് ജോർജിന്റെ തിരുനാളിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ശ്രദ്ധ മുഴുവൻ എവിടെയാണ്? കോഴിലേലത്തിൽ ആണോ? അല്ലേ? അതെ. അപ്പോൾ നമ്മൾ കോഴിലേലം നടത്തി തിരികെ പോരും, പൊടിയും തട്ടി തിരികെ പോരും. സെന്റ് ജോർജ് നമ്മൾ കോഴിലേലം നടത്താൻ വേണ്ടിയിട്ടല്ല സെന്റ് ജോർജ് വിശുദ്ധനായിട്ട് ജീവിച്ച് സാഹസികത ഏറ്റെടുത്തത്. എന്തിനു വേണ്ടിയാണ്? നമുക്ക് അതൊരു മാതൃകയാണ്. ഈശോയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും, എൻ്റെ ജീവന്റെ ഏതറ്റം വരെയും പോകാനായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധന്റെ തിരുനാൾ നമ്മുടെ മുൻപിൽ വെച്ച് തരുന്നത്. നമുക്ക് കണ്ണുകളടക്കാം.
ഈശോയെ പോലെ ജീവിക്കുന്നതിൽ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നതിൽ, ഈശോയുടെ കൂടെ ജീവിക്കുന്നതിൽ ഏത് ത്യാഗമെടുക്കാനും തയ്യാറായ വിശുദ്ധനെ പോലെ ജീവിക്കുന്നതിൽ നമുക്ക് അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ സുരക്ഷിതത്വം മാത്രം നോക്കി ജീവിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ.